തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊച്ചി മേഖല വാർഷികം നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊച്ചി മേഖല വാർഷികം പള്ളുരുത്തി കച്ചേരിപ്പടി PMSC ബാങ്ക് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. രാവിലെ സ്വാഗത സംഘം ചെയർമാൻ PB ശിവപ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം മരിയമുന്ന, കൃഷ്ണശ്രീ, അഡ്ലൈഡ്, മറിയം അമീറ എന്നീ കുട്ടികളുടെ സ്വാഗതഗാനത്തോടുകൂടി ആരംഭിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അനിൽ കൃഷ്ണ സ്വാഗതം ആശംസിക്കുകയും പ്രൊഫസർ PK രവീന്ദ്രൻ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളത്തിന് ഒരു കച്ചവട വസ്തുവായി ഏതാനും വ്യക്തികൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൈയടക്കുന്ന അവസരമുണ്ടായി. ഇതൊരു കമ്മ്യൂണിറ്റി അസറ്റാണ്, സമൂഹത്തിന്റെ മൊത്തം സ്വത്താണ്. അത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതാനും വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കമ്പനി സ്വന്തമാക്കി മാറ്റുന്നത് സാമൂഹികമായ ഒരു അപരാധമാണ്. അതിനെ ഞങ്ങൾ സമ്മതിച്ചു തരില്ല എന്ന് മറ്റ് നിരവധി പേര് പറഞ്ഞ കൂട്ടത്തിൽ ശക്തമായി പറഞ്ഞൊരു കൂട്ടക്കാരാണ് പരിഷത്ത്. ബൊളീവിയയിലെ കൊച്ചബാബുവിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് കണക്കാവുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ബാലവേദിയിലൂടെ വളർന്നുവന്ന് ഉന്നതമായ ഉദ്യോഗ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെയും കലാ സാംസ്കാരിക രംഗത്ത് നിലവാരം പുലർത്തിയവരെയും വേദിയിൽ ആദരിക്കുകയും ചെയ്തു. പഴയ സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടി ഞാൻ തപ്പി നോക്കുകയായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിജ്ഞാനോത്സവത്തിലൊക്കെ പങ്കെടുത്ത് കിട്ടിയ ആ സർട്ടിഫിക്കറ്റുകളെല്ലാം മേഖലാ സെക്രട്ടറി വാർഷിക റിപ്പോർട്ടും ട്രഷറർ കണക്കും അവതരിപ്പിച്ചു. കൊച്ചിയിലെ യൂണിറ്റുകൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച ചെയ്ത് പാസാക്കുകയും അടുത്ത ഒരു വർഷത്തെ ഭരണസമിതിയും തിരഞ്ഞെടുത്തു. സാലിമോൻ കുമ്പളിങ്ങി മേഖലാ പ്രസിഡന്റും അനിൽ കൃഷ്ണ മേഖലാ സെക്രട്ടറിയായും സുൽഫത്ത് ബഷീർ ജോയിന്റ് സെക്രട്ടറിയും രതിക സദാനന്ദൻ വൈസ് പ്രസിഡന്റായും TK ദിനേശൻ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.